Hey, what's up, guys? Welcome to my YouTube channel. This is me, Abhiram Subhash. You can call me Abhiram or Abhi. Hi, guys. മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് പുതിയൊരു വീഡിയോയിലേക്ക് വന്നേക്കാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ കുറേ സപ്പോർട്ട് കിട്ടി. അതായത് 20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു തീർച്ചയായും വലിയൊരു സംഭവം തന്നെയാണ് ഫോർ മീ ഗൈസ്. ഒരു നോർമൽ ബോയ് എന്നൊക്കെ പറയുമ്പോൾ 20 സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. കൂടാതെ 100-ലധികം വ്യൂവേഴ്സ് കിട്ടി. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ആ 20 എന്നുള്ളത് ഒരു 20 കേക്ക് ആക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതൊരു ദുരാഗ്രഹമാണെന്നറിയാം. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതിന്ന് അധികം വൈകാതെ അതങ്ങ് നേടിയെടുക്കാം ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ Q&A ആക്കാനാണ് പ്ലാൻ. അപ്പോൾ Q&A വേണമെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ താഴെ പോയി ചോദിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് റിപ്ലൈ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്തു തരാം. അപ്പോൾ ഇന്ന് എന്താണ് കണ്ടന്റ് നോക്കിയിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല കേസ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു കണ്ടന്റും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് തോന്നിയിരുന്നപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളം ലോഗോ നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലല്ല, യൂട്യൂബിലായിരുന്നു ഞാൻ കണ്ടത്. യൂട്യൂബ് കണ്ട പുറകെ തന്നെ ഞാൻ പോയപ്പോൾ അവരുടെ ഇൻസ്റ്റയിലും കണ്ടു. പിന്നെ അപ്പോൾ അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു പുതിയ ലോഗോ വന്നിട്ടുണ്ട്. ആ ലോഗോ എന്ന് പറയുന്നത് 2 സൈഡിലും ഒരു 7 ഇതൊരു 3D ഗോൾഡ് ലോഗോ എന്നൊക്കെ പറയാം. അതിന് കളർ എന്ന് പറയുന്ന ഒരു ബ്രോൺസ് മിക്സ് ഗോൾഡൊക്കെ ഒരു വെറൈറ്റി ലോഗോ. എന്തൊരു ലക്ഷറിയസ് ലുക്കൊക്കെയാണ്, റിച്ച് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് 2 സൈഡിലും എന്താണ് രണ്ടിങ്ങനെ 7ൻ്റെ സിമ്പിളുണ്ട്. ഈ സൈഡിൽ, അതായത് വലത്തെ സൈഡിലെ 7 തിരിച്ച് ഒരു എല്ല് പോലെ ഇട്ടേക്കുന്നത്, ആൻഡ് റൈറ്റ് സൈഡിൽ ഒരു 7 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഇട്ടേക്കുന്ന എല്ല് ലാലേറ്റിൻ്റെ എല്ലായിരിക്കും. കാരണം കുറേ ഇതുണ്ട്, സംശയം, പല റൂമേഴ്സും ഉണ്ടായിരുന്നു. ലാലേട്ടൻ ഇതുവരെ നമ്മുടെ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടില്ല, ലാലേട്ടൻ നല്ല ഇനി അടുത്ത പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ എന്താണ് എഗ്രിമെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട്, കാരണം ലാലേട്ടൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ ലോഗോ റിവീലിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കാം ലാലേട്ടൻ തന്നെ ആയിരിക്കും സീസൺ 7 ഹോസ്റ്റ് എന്ന്. അപ്പോൾ എന്തായാലും ഇതൊരു കിടുക്കാറ്റ് സീസൺ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു റിവ്യൂവർ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഓഡിയൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഫോർ കണ്ടന്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഒരു വ്ളോഗർ ആയിക്കോട്ടെ ഗൈസ്. എനിക്കറിയാം പോരായ്മകളൊക്കെ കാണും, പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ആ പോരായ്മകളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടു. താങ്ക് യു സോ മച്ച് ഗൈസ്. കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിയ സപ്പോർട്ട് എനിക്ക് ഒരുപാട്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച് കൂടിപ്പോയാൽ 10-20 വ്യൂസ് കിട്ടും, പക്ഷെ 100 വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രയും കിട്ടുമെന്ന്. അപ്പോൾ ആ ഒരു വ്യൂസ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് 100 വ്യൂസ് കിട്ടി. ഈ വീഡിയോയ്ക്ക് 20 എങ്കിലും കിട്ടണേ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്കിനി ബിഗ് ബോസിലേക്ക് വരാം. ബിഗ് ബോസിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിങ് ലോഗോ തന്നെയാണ്. അതൊരു 3D ഗോൾഡ് ലോഗോ എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ലോഗോ ഇങ്ങനെ ഒരു ലെൻസൊക്കെയാണ്, കൃഷ്ണമണിയുടെ അവിടെ ഒരു ക്യാമറ ലെൻസ് ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു 7 സിമ്പിൾ, ഇതൊരു കൊളുത്ത് പോലെ എന്തോ സാധനം ഇങ്ങനെ ചുറ്റും 7 ഇങ്ങനെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയത്തില്ല, കാരണം പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ പറയുന്നൊന്നും ആർക്കും ഒന്നും മനസ്സിലാകില്ലെന്ന്. അപ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ഗൈസ്. അപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറയണ്ട, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ തൊപ്പി എന്തിനാ വെച്ചേക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഞാനൊന്ന് പോയി മുടി വെട്ടിയായിരുന്നു, അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മുടിയൊന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊപ്പി വെച്ചേക്കുന്നത്. അപ്പോൾ വേറെ ഒന്ന് വിചാരിക്കുന്നത്, അപ്പോൾ ഈ തൊപ്പി കുറച്ച് മുടിയൊക്കെ വളർന്ന് കഴിഞ്ഞാൽ തൊപ്പി മാറ്റിയേക്കാം ഗൈസ്, ചിലപ്പോൾ അടുത്ത വീട്ടിലേക്ക് മാറ്റും. അപ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ബിഗ് ബോസിൻ്റെ ലോഗോ ഒക്കെ വന്നപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ റിവ്യൂ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതുവരെ. ഇനി അങ്ങോട്ട് പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കുറേ നാളെ കാത്തിരുന്ന ബിഗ് ബോസ് വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ചില ആൾക്കാർക്ക് വീണ്ടും വന്നല്ലോ എന്നൊരു സംഭവമായിരിക്കും. കാരണം
ബിഗ് ബോസിന് അതുപോലെ ഹേറ്റേഴ്സും ലവേഴ്സും ഉള്ള ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആസ് ഒരു ന്യൂട്രൽ ഫാനാണ്. കാരണം ബിഗ് ബോസ് എന്നോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അത്ര ഹെയ്റ്റും ഇല്ല. കാരണം ഒരു നല്ലൊരു ഇത് മാത്രം, ഒരു നല്ലൊരു ഷോ ആണ്, ഇഷ്ടമാണ് കാണാൻ. പക്ഷെ അത്ര പക്ക ഫാനൊന്നുമല്ല, പക്ഷെ ഒരു ന്യൂട്രൽ വേയിൽ പോകുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബിഗ് ബോസിൻ്റെ വിശേഷം പറഞ്ഞു. എന്താണ് അടുത്ത വിശേഷം എന്താണ് നിങ്ങൾ തീരുമാനിക്കും. ഇനി അവർ Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ടാറ്റാ ബൈ ഗൈസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ അഭിരാം സൈനിങ് ഔട്ട് ഫ്രം ദിസ് ചാനൽ, ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഒരു ടാറ്റാ ബൈ. അപ്പോൾ ശരി എന്നാൽ ബൈ ഗൈസ്.